ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തു. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചു വരുത്തി സുധീഷ് കുമാറിനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. സ്വർണം കവരാൻ സുധീഷ് കുമാർ സഹായിച്ചു എന്ന നിഗമനത്തിലാണ് അറസ്റ്റ്. ആതിര രാധാകൃഷ്ണൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. ആതിര, ഈ സുധീഷ് കുമാറിന് ഏത് വിധത്തിൽ ഈ സ്വർണ്ണ കവർച്ചയിൽ പങ്കുണ്ട് എന്നാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്? സ്വപ്ന, ഈ സ്വർണ്ണക്കവർച്ചയിൽ ഇപ്പോഴിത് മൂന്നാമത്തെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റായിരുന്നു, അതിനുശേഷം മുരാരി ഭാവുവിനെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഇന്നലെയാണ് ഈ സുധീഷ് കുമാറിനെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിനായി തിരുവനന്തപുരത്ത് ഈഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചത്. ഇന്നലെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു. ആ ചോദ്യം ചെയ്യലിനൊടുവിൽ അല്പസമയം മുമ്പാണ് സുധീഷ് കുമാറിന്റെ അറസ്റ്റ് ഈ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നത്. പ്രധാനമായും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇത്തരത്തിൽ സ്വർണം കവരാൻ സുധീഷ് കുമാർ സഹായിച്ചു എന്നുള്ളതാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി സുധീഷ് കുമാറിനെ റാന്നി കോടതിയിൽ അന്വേഷണ സംഘം ഹാജരാക്കും. അതായത് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പ് പാളികളിൽ നിന്ന് ചെമ്പ് പാളികളിൽ നിന്ന് സുധീഷ് കുമാറാണ് ഇത്തരത്തിൽ മഹസറിൽ ഉൾപ്പെടെ രേഖപ്പെടുത്തിയത്. ഇത് സ്വർണമാണ് എന്ന് അറിയാമായിരുന്നിട്ടും മനഃപൂർവ്വം ചെമ്പ് പാളികൾ എന്ന് രേഖപ്പെടുത്തുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കളാണ് ഈ പാളികൾ കൈമാറിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കൾക്കാണ്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് ഇത് കൈമാറിയത് എന്ന് മഹസറിൽ രേഖപ്പെടുത്തിയതും ഈ സുധീഷ് കുമാറാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വർണം കൃത്യമായ രീതിയിൽ ഈ കവർച്ച നടത്തുന്നതിന് സുധീഷ് കുമാർ സഹായിച്ചു എന്നുള്ളൊരു നിഗമനത്തിലാണ് നിലവിൽ പോലീസ്. ഈ ചോദ്യം ചെയ്യലിലൊക്കെ തന്നെ ഇത്തരത്തിൽ SITയുടെ സംശയങ്ങൾ ശരിവെക്കുന്ന തരത്തിലായിരുന്നു ഈ ചോദ്യം ചെയ്യലൊക്കെ തന്നെ മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഒരു അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തായിരുന്ന വാസുദേവൻ, അയാളെയും ഇത്തരത്തിൽ ചോദ്യം ചെയ്തിരുന്നു. പക്ഷെ ചോദ്യം ചെയ്തതിനു ശേഷം വാസുദേവനെ വിട്ടയക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. ഈ 2019 ഈ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുമ്പോൾ അവിടുത്തെ ശബരിമലയിലെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു ഈ വാസുദേവൻ നായർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കൃത്യമായ രീതിയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വാസുദേവൻ നായർ ഇദ്ദേഹം സഹായിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് തന്നെ ആദ്യം മുതൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘം എത്തിയത്. അതിനെ തുടർന്ന് കൃത്യമായ ഈ ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കുകയായിരുന്നു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ആ ഒരു സംശയം ബലപ്പെടുന്ന തരത്തിലുള്ള മൊഴികളാണ് ഈ സുധീഷ് കുമാറിൽ നിന്നും കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഒരു അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. ഏതായാലും നിലവിൽ ഈ സുധീഷ് കുമാറിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ മൂന്നാമത്തെ അറസ്റ്റാണ്. വൈകിട്ടോടുകൂടി ഇദ്ദേഹത്തെ റാന്നി കോടതിയിൽ അന്വേഷണ സംഘം ഹാജരാക്കും.